ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ചോറിൽക്കും പഴങ്കഞ്ഞിൽക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നത് നമ്മൾ നല്ല എരിവുള്ള മിളക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പെട്ടെന്ന് കുരുവിൽ നിന്ന് ആ ഒരു പുളി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളക്, അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നല്ല എരിവുണ്ട് കേട്ടോ. ഈ ഒരു പച്ചമുളകിൻ്റെ എന്താ പറയുക, ആ ഒരു ടേസ്റ്റാണ് ഈ ചമ്മന്തിയിൽ ആഡ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല എരിവുള്ള. പിന്നെ കാന്താരി മുളകൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ഓയിലും ഉപ്പുമാണ് പിന്നെ ആവശ്യമുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒന്നും കട്ട് ചെയ്യണില്ല. ഇതിലാകെ നമ്മൾ തക്കാളി മാത്രം കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ മുളകും പൊടിയോ അങ്ങനെ പൊടി ഐറ്റംസ് കാര്യങ്ങളൊന്നും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ തന്നെ അരച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. അത് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കൂട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഓയിൽ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഓവറായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല കളർഫുള്ളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. ചോറിലേക്ക് ഇത് മാത്രം മതി കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചമ്മന്തി വീട്ടിലുണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.